വീക്ക് പീപ്പിൾ ടേക്ക് റിവെഞ്ച്, സ്ട്രോങ് പീപ്പിൾ ഫോർഗീവ് എന്ന് പറയും. ആ ഒരു രീതിയിൽ ഞാൻ സ്ട്രോങ് ആണ്. ഐ ഫോർഗീവ് ഒരുപാട്. 100-200 പേര് ഇടിച്ച് വീഴ്ത്തുന്ന അമാനുഷിക കഥാപാത്രമാണ്. പക്ഷെ ഒരു ഉമ്മ കൊടുക്കൽ സീൻ ഉണ്ടെങ്കിൽ അത് മോശമാണ്. ഐ ഫെൽറ്റ് വെരി ബാഡ് മെനി ടൈം. ഇട്ടിട്ട് പോയാലോ ആലോചിച്ചാൽ ഓരോ ആൾക്കാർ വേഷം കെട്ടി വന്ന് അണെന്നാവെന്ന് നോക്കുക. ഇതിനെ ഞാനല്ല പറഞ്ഞതിന്റെ എത്രയോ ഡബിൾ ഇറച്ചി എന്തൊക്കെ കാര്യം കമന്റ്സിൽ പറയുന്നത്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ആറാട്ടൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ മുമ്പിൽ ഒരു കോമാളി ഇങ്ങനെ ആളാണ്. പക്ഷെ സന്തോഷ് വർക്കി അങ്ങനത്തെ ആളല്ല. പ്രൊഫഷണലി മോഹൻലാൽ, പേഴ്സണലി മമ്മൂട്ടി. ഇന്ന് അൺഫിൽറ്റേർഡ് കോഫി വിത്ത് ദീപയിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിത്വം തന്നെയാണ്. പക്ഷേ സന്തോഷ് വർക്കി എന്ന നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ആറാട്ടണ്ണൻ. സോ ഹി ഹിംസെൽഫ് സേസ് ദറ്റ് ഹി ഈസ് ഓൾസോ ട്രൂലി അൺഫിൽറ്റേർഡ്. നമ്മളെല്ലാവരും കാണാറുണ്ട്, വീഡിയോസ് ഒത്തിരി കാണാറുണ്ട്. സോ ഐ എം സോ ഹാപ്പി ടുഡേ ടു ഹാവ് സന്തോഷ് ഹിയർ ഇൻ മൈ സ്റ്റുഡിയോ. വെൽക്കം ടു അൺഫിൽറ്റേർഡ് കോഫി വിത്ത് ദീപ. അപ്പം ഭയങ്കര ഇൻട്രോവേർട്ടാണ്, പക്ഷേ വീഡിയോസിലൂടെ നമ്മളെ അടുത്ത് ഒത്തിരിയേറെ ബോൾഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കോൺട്രവേഴ്സീസിൻ്റെ ഇടയ്ക്ക് കിടന്ന് കറങ്ങുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഒന്നും മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. യെസ്, ഒന്നും മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. ഹൗഎവർ ഇറ്റ് ഹസ് ബീൻ നൗ എ ട്രെൻഡ് ഫോർ യു അല്ലേ? ഇത് തന്നെയാണ് ഒന്ന് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, എവിടേക്കോ യുനോ childhood traumas ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. somehow I felt that, you know, after seeing your videos and the way you talk and all. അപ്പം കുട്ടിക്കാലത്തെ പറ്റി ഒന്ന് പറയാമോ? ജനിച്ചപ്പോൾ തന്നെ ബിക്കോസ് ഐ എം ലേറ്റ് ചൈൽഡ്, ഇയറിംഗ് ഇയറിൽ ഇൻഫെക്ഷൻ ഉണ്ടായി. അത് പണ്ട് തൊട്ടേ ഉണ്ട്. സർജറി ചെയ്താണ്, 2 മെയിൻ സർജറി ചെയ്താണ്. പിന്നെ OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ചെറുപ്പത്തിലേ ഉണ്ട്, ബിക്കോസ് ഐ എം ലേറ്റ് ചൈൽഡ്. പക്ഷെ എന്നാലും ആ സമയത്തിൽ വളരെ ഹാപ്പി ലൈഫാണ്. ഫിനാൻഷ്യലി ആണെങ്കിലും സിസ്റ്റേഴ്സ് റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാം നല്ലതായിരുന്നു. 1980s ജനിച്ച 1998 വരെ എൻ്റെ ഗോൾഡൻ ടൈം ആയിരുന്നു. വളരെയധികം ക്രിക്കറ്റെല്ലാം കണ്ട് ടെണ്ടുൽക്കറിനെ പോലെ ക്രിക്കറ്ററാണ്. ഗോൾഡൻ ടൈം എന്ന് പറയുമ്പോൾ ഞാൻ വളരെ ഹാപ്പി പേഴ്സൺ. everyone is taking care of you, all of വെരി ഹാപ്പി പേഴ്സൺ എല്ലാവരെയും. 99 ഇയറിൽ വെച്ചാണ് സെക്സ്വൽ അബ്യൂസ് ഉണ്ടായത്, ചെവിയുടെ അസുഖം തിരിച്ചറിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പീസ് ഓഫ് മൈൻഡ്, പിന്നെ സന്തോഷമാണ്. 12 years ആ അബ്യൂസിനെ നമുക്ക് എഫക്ട് ചെയ്തു പേഴ്സണലി. ആ ആള് പിന്നീട് അപ്പോളജൈസ് ആളെ ശ്രമിച്ചു. അതാ എവിടെയുള്ള ആളായിരുന്നു? അതൊരു ഞാൻ ക്രിക്കറ്റ് പ്രാന്തമായ ഒരു കേബിൾ ടി വിയിൽ പോയി കളി കാണാൻ പോയപ്പോൾ അയാൾ അബ്യൂസിയറാണ്. എനിക്കതൊന്നും ഇതൊന്നും അറിയില്ലായിരുന്നു. അത് പിന്നെ അതിന് അന്ന് ചെവിയുടെ ഈ സ്വിമ്മിങ്ങിന് പോയപ്പോൾ ചെവിയുടെ എഫക്റ്ററായി, രണ്ട് സർജറി ചെയ്തു. ആ 86 to 90 നല്ല ഇയറായി. 99 മുതൽ പിന്നെ ഞാൻ വലിയ സന്തോഷം അനുഭവിച്ചിട്ടില്ല. വെരി ബാഡ് ടൈം. ഇപ്പം എൻ്റെ ആസ്ട്രോളജി ശരിയാണോ അറിയില്ല, എൻ്റെ ഒരു വർഷം കഴിഞ്ഞാൽ നല്ല ടൈമാണ് പറയുന്നത്. 40-56 ആ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. ആസ്ട്രോളജി സ്യൂഡോ സയൻസ് ആൾക്കാർ പറയും, ന്യൂട്ടൺ, പല ആൾക്കാർക്കും രാമാനുജൻ പലർക്കും ആസ്ട്രോളജി ബിലീഫ് ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ആഫ്റ്റർ 56 ഞാൻ വേഗം 56 കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ബാഡ് വെയറാണ്. അപ്പം അതിന് മുമ്പ് ജീവൻ എന്തെങ്കിലും സംഭവിക്കുന്നത് നല്ലതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഫാദർ മരിച്ചുപോയി. ഞാൻ February 18, 2020 വൈറലായത്. March 13 ഫാദർ മരിച്ചു. 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഫാദർ ഒരു എഞ്ചിനീയർ ആണ്. വെരി ഗ്രേറ്റ് മാൻ. എന്നെ കണ്ടുള്ള വളരെ എല്ലാ രീതിയിലും വലിയ ഗ്രേറ്റ് ആണ്. എല്ലാവരും ബഹുമാനിച്ച ആളാണ്. പിന്നെ മദർ ഹൗസ് വൈഫാണ്. പുള്ളിക്കാരി പോസ്റ്റ് ഗ്രാജുവേറ്റ് സൈക്കോളജിയിലാണ്. മൂത്ത സിസ്റ്റർ US ഡോക്ടറാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചത്. ജനറൽ മെഡിസിൻ. അവിടെ പോയി USM അക്കാഡമിക്കലി എല്ലാവരും ഗുഡാണ്. ഹർ ഹസ്ബൻഡ് ഇസ് എ സയന്റിസ്റ്റ്, ഹർ ഡോട്ടർ ഇസ് മെഡിസിൻ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂരിൽ. ഹസ്ബൻഡ് ഒരു MNCയിൽ CEO വൈസ് പ്രസിഡൻ്റാണ്. മോൻ ഡൽഹി ആയിട്ട് പഠിക്കുന്നു. എല്ലാവരും വളരെ അക്കാഡമിക് ഓറിയൻറ്റഡ് അങ്ങനെയൊക്കെയാണ്. ഞാൻ മാത്രമാണ് മൂവീസ് മറ്റൊക്കെ കാണുന്നത്. പക്ഷേ എൻ്റെ ഫാദർ വളരെ അക്കാഡമിക് ഓറിയൻറ്റഡ്. പുള്ളി മൂവീസ് കാണുന്നില്ലെങ്കിലും ഞാൻ മൂവീസ് കാണുന്ന പുള്ളിക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. എൻ്റെ PhD വേൾഡ് സിനിമയിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ വളരെ ബ്രോഡായിട്ടുള്ള ആളായിരുന്നു. വളരെ നല്ലൊരു മനസ്സിലായിരുന്നു. വളരെ മനുഷ്യത്വവും ഒരുപാട് ക്വാളിറ്റീസുള്ള ആളായിരുന്നു. അതേപോലെ അവൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവൻ പറ്റുന്നില്ല. അങ്ങനെ ആയെങ്കിൽ വേറെ സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടു പോകുന്നു. ഞാൻ പുള്ളി അത്ര വയസ്സ് അത്ര ഡിപ്ലോമാറ്റിക് ഒന്നല്ല. അങ്ങനെ ആയെങ്കിൽ ഇന്ന് വേറെ സ്റ്റേറ്റിൽ പോയാണ്. അങ്ങനെ ചെയ്യാറില്ല. ഞാൻ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ബി കൈൻഡ് ആൻഡ് ഫ്രാങ്ക് എന്ന് പറയും. ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളിലാണ് ഫ്രാങ്ക് ആവുന്നത്. ചില ആൾക്കാർ സ്വന്തം കാര്യം ഫ്രാങ്ക് ആയിക്കില്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഫ്രാങ്ക് ആവും. ഞാൻ എൻ്റെ കാര്യത്തിലാണ് ഓവർ ഫ്രാങ്ക് ആയത്. അത് പല കാര്യം പറയേണ്ടതില്ലെന്ന് തോന്നി. അതുകൊണ്ട് എനിക്ക് വളരെ നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു. പലതും എന്നെക്കുറിച്ച് തന്നെ പല കാര്യങ്ങൾ ഇങ്ങനെ സ്ട്രൈക്ക് ആയത്. അതൊന്നും പ്ലാൻഡ് അല്ല. ലാലേട്ടൻ ആറാടിക്കാൻ വന്നപ്പോൾ അങ്ങനെ ആയി. ആറാട്ടൻ പേര് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കുക. എല്ലാ ആഴ്ചയും ഓരോ ആൾക്കാർ വേഷം കെട്ടി വന്ന് അണെന്നാവെന്ന് നോക്കുക.
പക്ഷെ എൻ്റെ ഒരു അൺപ്ലാൻഡ് ഇങ്ങനെ സംഭവിച്ചാണ്. ആ മൂവിയെ പറ്റി എന്തായിരുന്നു അന്ന് റിവ്യൂ പറഞ്ഞത്? അന്ന് വളരെ നെഗറ്റീവ് തോന്നി, എനിക്ക് പോസിറ്റീവ് തോന്നി. ഞാൻ പറഞ്ഞത് അത് വലിയ വാനപ്രസ്ഥം പോലെ അല്ലെങ്കിൽ 20 പോലെ വലിയ മൂവി ഒന്നല്ല. ഒരു മാസ് മസാല ജോണറിൽ വലിയ ലോജിക്കൊന്നും ആ ജോണറിൽ കുഴപ്പമില്ലാത്ത മൂവിയാണ് പറഞ്ഞത്. പക്ഷെ വളരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അത്രയും ഒരു തരംതാഴ്ന്ന ജോണറിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആൾക്കാർ ഇപ്പോൾ പറയും പല മൂവി കൂട്ടി നീ ആറാട്ട് പോസിറ്റീവ് പറഞ്ഞ ആളാ പറയും. ഒരു മാസ് മസാല ആ ജോണറിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അന്ന് മോഹൻലാലിന്റെ ഇപ്പൊ അത്രയില്ല, ഇപ്പൊ എന്റെ ഫാദർ വെച്ചാൽ ഫാദർ അന്നലെ മോഹൻലാലിന്റെ ഭയങ്കര ഒരു ഇതായിരുന്നു. ചെറുപ്പം മുതലേ മോഹൻലാലിനെ ഇഷ്ടമാണ്. പുള്ളിയുടെ ഇപ്പോഴും ഇഷ്ടമാണ്, പഴയ അത്ര ഇഷ്ടമല്ല. പിന്നെ ഇപ്പോഴും മോഹൻലാൽ ഫാൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇപ്പൊ സന്തോഷിനെ പറ്റി അല്ലാതെ നമ്മൾ കേൾക്കുമ്പോൾ യുവർ എ മൂവി റിവ്യൂവർ, ദാറ്റ് ഈസ് ബൈ ഞാൻ എഞ്ചിനീയർ ആണ്, ക്വാളിഫിക്കേഷൻ എഞ്ചിനീയർ ആണ്, ഫിലോസഫിയിൽ PhD ചെയ്യുന്നു, PhD റിസർച്ച് എന്ന് പറയാം. പിന്നെ റൈറ്റർ ആണ്, ഒരു 10 ബുക്ക് ചെയ്ത് 2 ബുക്ക് പബ്ലിഷ് ചെയ്തു. പിന്നെ മൂവി റിവ്യൂവർ ആണ്, 2 മൂവീസിൽ ഷോർട്ട് ഫിലിം ആക്ടറാണ് പറയാം. ചില ആങ്കറിങ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്, 1-2 ചെയ്യുന്നുണ്ട്, വലിയ ആങ്കറൊന്നുമല്ല, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. ഒരു 6 ഫീൽഡിൽ കഴിവുകൾ ചെയ്യുന്നുണ്ട്. സോ യു ഹാവ് സോ മെനി സീരിയസ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ ഇത് പെട്ടുപോയതാണ്, വീണതാണ്. മൂവീസിൽ ഹോബി മാത്രം, എൻ്റെ മെയിൻ ലൈൻ ഫിലോസഫി അങ്ങനെയൊക്കെയാണ്. ഇതറിയാതെ സംഭവിച്ചാണ്, പെട്ടുപോയതാണ്. ഇപ്പം എൻ്റെ കയ്യിലല്ല കാര്യങ്ങൾ. ഇപ്പം എല്ലാം ഒരു നമ്മളിപ്പോൾ ഒരു എവിടെ ഒരു വീഡിയോ എടുക്കുക എന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഒരു പ്രൈവസി അങ്ങനെയൊന്നുമില്ല. ആൾക്കാരെങ്ങനെ ഈ ഫെയിം എത്ര ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു പണ്ട് ആൾക്കാർ ചെത്തെന്ന് വാക്ക് ഉപയോഗിക്കുകയായിരുന്നു, പിന്നെ അടിപൊളി ഇപ്പോൾ ഒരു വാക്കായി മാറി, ആറാട്ടുകയാണ്, ISL കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കണ്ടായിരുന്നു. ഇതെല്ലാം എത്ര നാളുണ്ടാവും എനിക്കറിയില്ല. അങ്ങനെ ഒരു മൂവി എന്നുള്ള പേര് കിട്ടി, അങ്ങനെ തന്നെ ജനങ്ങളിട്ട പേരാണ്. അപ്പൊ അത് തന്നെ അങ്ങ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആക്കി. സോഷ്യൽ മീഡിയ എന്നാലും എന്നെ ആ സന്തോഷ് വർക്കിനെ ആർക്കും അറിയില്ലല്ലോ, എന്നെ എല്ലാവരും അറിയുന്ന ആറാട്ടം രീതിയിലല്ലേ. ഇപ്പം വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിലും എവിടെയെല്ലാം ആൾക്കാർ വിളിക്കുന്ന ആറാട്ടം എന്നാണ് വിളിക്കുന്നത്, അല്ല സന്തോഷമായിട്ടല്ല. You feel happy about this image? എനിക്ക് ആ പേര് കുഴപ്പമില്ല, പക്ഷേ ഐ ലൈക്ക് ടു ബി നോൺ ആസ് സന്തോഷ് വർക്കി, ബിക്കോസ് എൻ്റെ ഫാദറിൻ്റെ പേരുണ്ട്. ഐ ലൈക്ക് ടു ബി നോൺ ആസ് സന്തോഷ് വർക്കി. പക്ഷേ ഞാൻ ഫേമസ് ആയത് ഈ പേരിലൂടെയാണ്, ആറാട്ടം. ഈ ഫെയിം എന്നുള്ള സംഭവം എല്ലാവർക്കും കിട്ടില്ല, ഒരു കുറച്ച് ആൾക്കേ കിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ എല്ലാ ഫാമിലിയിലായാലും ഫ്രണ്ട്സിലായാലും ഇവരാരും ഫേമസ് ആയിട്ടില്ല, ഞാൻ മാത്രമാണ് ഫേമസ് ആയത്. നെഗറ്റീവ് ഫെയിം ആണെങ്കിലും അതിൽ ഇപ്പോൾ ഞാൻ എൻജിനിയറിംഗ് ഗ്രൂപ്പിലല്ലേ വാട്സപ്പ് ഗ്രൂപ്പിലല്ലേ ചിലർക്കെല്ലാം അസൂയുണ്ട്, അതുകൊണ്ട് പല രീതിയിലാണ്. How are you surviving this negative publicity? കൂടുതലും ഹാപ്പി ആയിട്ടുണ്ട്, പല ആൾക്കാർ നല്ല ഹാപ്പി ആയിരുന്നു, പക്ഷെ കൂടുതലും ദുഃഖമാണ് ഉണ്ടായിരിക്കണം. ഐ ഫെൽറ്റ് വെരി ബാഡ് മെനി ടൈം. ഇട്ടിട്ട് പോയാലോ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ എന്തിട്ടിട്ട് പോയില്ല? അല്ല, എനിക്ക് ഇവിടെ വിട്ടു പോകാൻ പറ്റില്ല, എനിക്ക് ഇവിടുത്തെ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മദർ, അതിനുവേണ്ടി അവിടെ നിൽക്കണം. അല്ലെങ്കിൽ ഞാൻ പണ്ടേ കേരളം വിട്ട് യൂറോപ്പിലോട്ട് ഞാൻ പണ്ടേ പോയാണ്. ഈ ഒരു കമ്മിറ്റ്മെൻ്റ് ആയതുകൊണ്ട് മാത്രം അവിടെ നിൽക്കണം. ഇപ്പോൾ കേരളത്തിൽ ക്വാളിറ്റിയുള്ള ആൾക്കാരൊന്നും ഇല്ല, ക്വാളിറ്റിയുള്ള ആൾക്കാരെല്ലാം പുറത്ത് പോയിരിക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാരാണ് വെറും ഞാൻ വേർഡ് ഉപയോഗിക്കാൻ കൂറുകളെന്ന് പറയും, കാരണം അവരാണ് ഈ കമൻറ്റ്സ് ചെയ്തത്. ഫേസ്ബുക്കിലല്ല വെറും വൃത്തികെട്ട കമൻറ്റ്സ് ചെയ്യുന്നത്, ഒരു കാറിലാണ് തെരുവിളിക്കുക, വെറും വൃത്തികെട്ട ആൾക്കാരാണ്, ഒരു ഫ്രോഡുകൾ അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോൾ കേരളത്തിലുള്ള. ക്വാളിറ്റിയുള്ള ആൾക്കാരെ വിടുകയാണ്. ഞാനും അങ്ങനെ പോയാലും കമ്മിറ്റ്മെൻറ്റ് കാരണം പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് വേണ്ടി അവിടെ നിൽക്കുന്നത്. സോ എഞ്ചിനീയറിംഗ് ചെയ്തു എന്ന് പറഞ്ഞു. Where did you do your engineering? രാജഗിരി. അതും രാജഗിരി അല്ല, എൻ്റെ ഒരു കാൽക്കുലേഷൻ IIT ചെയ്യേണ്ട ആയിരുന്നു. അത് വീട്ടിൽ ചില മെഡിസിൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ. അതിന് പിന്നെ ഫിലോസഫിയിലേക്ക് തിരിഞ്ഞു എൻ്റെ ഇൻട്രസ്റ്റ്. 3 ആളുടെ ഇൻട്രസ്റ്റ് നെറ്റ് GRF കിട്ടി. പിന്നെ ഇപ്പോൾ IIT ബോംബെയിലൂടെ അഡ്മിഷൻ കിട്ടിയാണ്, പോകാൻ പറ്റില്ല ഫാദർ വെച്ചുകൊണ്ട്. ഇപ്പോൾ PhD ചെയ്യുന്നു. ഇനി എനിക്ക് ഒരു പ്രൊഫസർ അങ്ങനെയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക അങ്ങനെയൊക്കെ പോകാൻ താല്പര്യം. So how do you call yourself philosopher? How do you call yourself philosopher? Well, I've studied philosophy, I've written books about it, and doing PhD, so I'm a philosopher. I think What philosophy, is your idea about life? എൻ്റെ ഫിലോസഫി വെച്ച് ചിന്തിക്കാറുണ്ട്, വായിക്കാറുണ്ട്, ആ രീതിയിലാണ് എൻ്റെ ഒരു ഓറിയൻറ്റേഷൻ. പക്ഷേ കേരളത്തിലെ ആളുകൾക്ക് ഫിലോസഫി വളരെ ചുരുക്കം ഇൻ്റലക്ച്വൽസ് മാത്രമേ അറിയുള്ളൂ, എല്ലാവർക്കും അറിയില്ല. പക്ഷേ ഒരു പോപ്പുലേഷൻ അടുത്ത് 98% മാസമാണ്, അതുകൊണ്ടാണ് സിനിമ ഉപയോഗിക്കുന്നത്. സിനിമ ആൾക്കാർക്കെല്ലാം മനസ്സിലാവും, പക്ഷേ ഫിലോസഫി എപ്പോഴും പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതിൽ 2% ക്ലാസ്സിൽ വരുന്നതാണ്. പക്ഷേ ക്ലാസ് സപ്പോർട്ട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, 2 സപ്പോർട്ടും വേണം, എന്നാലേ പിടിച്ചിരിക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിലെ തമിഴ് ബ്രാഹ്മിൻസിലാണ് അവർ ക്ലാസ് ഓഡിയൻസാണ്, അവർക്ക് മാസിന് സപ്പോർട്ടില്ല, അതുകൊണ്ട് അവർ ഒതുക്കപ്പെട്ടു പോയി. 2 പേര് സപ്പോർട്ട് വേണം. ഇപ്പോൾ ഐൻസ്റ്റൈൻ ആയാലും അബ്ദുൽ കലാം ആണെങ്കിലും ഇവർക്കെല്ലാം മാസും ക്ലാസ് 2 പേര് സപ്പോർട്ടുണ്ട്. 2 മെയിൻ മാസിന് വേണ്ടിയാണ് സിനിമ റിലേറ്റഡ് കാര്യം പറയുന്നത്, ഇൻ്റർനെറ്റിൽ കാര്യം പറയുന്നത് ക്ലാസ് ഓഡിയൻസ് വേണ്ടി. പക്ഷേ ക്ലാസ് കുറവാണ്. ഇപ്പം സന്തോഷിൻ്റെ വീഡിയോസ് കാണുമ്പം എനിക്ക് തോന്നിയത് സെക്ഷൽ ആയിട്ടുള്ള കുറേ സംസാരം ഉണ്ട്, ദാറ്റ് യു കെ നോട്ട്, അത് തുറന്നു പറയാനാണ്. അതെ. ആൻഡ് ഈസ് ഇറ്റ് ബിക്കോസ് യു റിയലൈസ് ദാറ്റ് ഈസ് വാട്ട് സെൽസ്, ഓർ യു ആർ ടോക്കിംഗ് യുവർ മൈൻഡ്? തുറന്നു പറയുന്നതാണ്. സെക്ച്വാലിറ്റീനെ മോശമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇതൊരു വലിയ ടാബു ആയിട്ടാണ് കേരളത്തിൽ ഇവരുടെ പണ്ട് ലീജിയൻസുമായിട്ട് ഉണ്ടാക്കുന്നതാണ്.
എനിക്കത് മാധവിക്കുട്ടിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞ പോലെ തുറന്നു പറഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഹോർമോണൽ വേരിയേഷൻ മറ്റേക്കാണ്. അതത്ര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര റിലീജിയസ് ആൾക്കാർക്കല്ല ഇത് വളരെ മോശമായ കാര്യമാണ്. അത് എല്ലാവർക്കും ഉള്ള ഫീലിംഗ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ വളരെ പറഞ്ഞാൽ തുറന്നു പറഞ്ഞു സെക്സിനെ കുറിച്ച് മാധവിക്കുട്ടിയിൽ പറഞ്ഞ പോലെ. അതിന് എന്തെങ്കിലും ഇത്ര മോശം ഇറക്കാൻ എല്ലാവർക്കും ഉള്ളൊരു വികാരമാണ്. ആഷിഖ് പോലെ പറഞ്ഞ പോലെ ഒരു സിനിമയിൽ ഒരു ഉമ്മ വെക്കുന്ന പ്രശ്നമാണ്. പക്ഷേ 10-100 പേരെ ഇടിച്ചു വീഴ്ത്തുന്ന പ്രശ്നമല്ല. 100-200 പേര് ഇടിച്ചു വീഴ്ത്തുന്ന അമാനുഷിക കഥാപാത്ര പ്രശ്നമല്ല. പക്ഷേ ഒരു ഉമ്മ കൊടുക്കൽ സീൻ ഉണ്ടെങ്കിൽ അത് മോശമാണ്. പക്ഷേ യു ക്യാൻ ഡു സെക്സ് ഔട്ട് ഓഫ് ലവ് ആസ് വെൽ ആസ് ഔട്ട് ഓഫ് ലസ്റ്റ്. ലസ്റ്റ് ശരിയായ ഫീലിംഗ് തോന്നിയിട്ടില്ല. കാരണം അതിൽ അത് എസ്തെറ്റിക് ആണ്. പക്ഷെ അവിടെ ഒരു ഇമോഷണൽ ഇല്ല, പ്യൂർലി ഫിസിക്കലാണ്. ലവിൽ ഔട്ട് ഓഫ് ലവ് സെക്സ് ചെയ്യുമ്പോഴാണ് അത്. കാരണം ഇഫ് യു ആർ ഡൂയിങ് സെക്സ് വിത്ത് ലൈഫ് പാർട്ട്ണർ ഓർ ഗേൾ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഒരു ഇമോഷണലായി ആ രീതിയിൽ കുഴപ്പമില്ല. പക്ഷെ പ്യൂർലി ലസ്റ്റ് ആണെങ്കിൽ എനിക്ക്. But when you're doing videos and talking about this, it's like so many people are consuming it. The audience is like of different age groups, right? So അത് സമൂഹത്തെ എത്രത്തോളം ബാധിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോലും പോയി. ഇപ്പം ഞാൻ കാര്യം പറയാറില്ല. ഒരു കാലത്ത് ഇടയ്ക്ക് എനിക്ക് ഒരു ഫിനാൻസ് പ്രോബ്ലം വന്നു. കാരണം ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതാണ്. ഒന്നെങ്കിൽ കോമാളിത്തരം, പെരേറാണെങ്കിൽ കോമാളിത്തരം, അല്ലെങ്കിൽ അഡൾട്ട്, അല്ലെങ്കിൽ നെഗറ്റീവ്. ആൾക്കൊന്നും നല്ലത് വേണ്ട. അപ്പോൾ ഇടയ്ക്കെങ്കിൽ ഫിനാൻഷ്യലൈസ് വന്നപ്പോൾ അങ്ങനെ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ മോണിറ്റൈസേഷൻ പോലും പോയി അങ്ങനെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലെ സെക്സ് എന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ പോകും. അപ്പോൾ അത് ഉപയോഗിക്കാറില്ല. ഒരു കാലത്ത് ഫിനാൻഷ്യൽ നീഡ് പലതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആൾക്കാർ പഴയ കാര്യമാണ് പറയുന്നത്. അത് നിർത്തിയിട്ട് എത്ര നാളായി. പിന്നെ ചിലപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. സോ അബൌട്ട് യുവർ സിസ്റ്റേഴ്സ് ആൻഡ് ഓൾ ലൈക്ക് ഇപ്പം എന്തുകൊണ്ടോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. ഐ എം എ ലൈഫ് കോച്ച്. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മേ ബി ബിക്കോസ് Santosh is behaving because there's no support coming in, like emotional support and all. You don't have maybe. അപ്പോൾ എങ്ങനെയുണ്ട് സിസ്റ്റേഴ്സ് ഒക്കെ ഇപ്പം എങ്ങനെയാണ് സന്തോഷമായിട്ട്? അത് വയറിന് മുമ്പേ അങ്ങനെയാണ്. സ്ട്രെയിൻ റിലേഷൻഷിപ്പാണ്. ചെറുപ്പത്തിൽ നല്ല അടുപ്പായി നമ്മളെ അപ്പോൾ എത്ര വയസ്സ് വരെ അവർ ഓക്കെ ആയിരുന്നു? എത്ര വയസ്സ് വരെ ഓക്കെ ആയിരുന്നു? വൺസ് ഡേ അവർ മാരേജ് കഴിഞ്ഞു, പിന്നെ അവർ രൂപ ചെയ്യാൻ തുടങ്ങി, അവർക്ക് മക്കളായി. ആൾ കഴിഞ്ഞപ്പോഴേക്കും അവരുടെ അപ്രോച്ച് മാറി. അതുവരെ ചെറുപ്പത്തിൽ അവർ എടുത്തുകൊണ്ട് നടന്ന ആൾക്കാരാണ്. ആ അപ്രോച്ച് മാറിയാണ്. ഇപ്പോൾ അവർ ഈവൻ ദേ ആർ നോട്ട് കോളിങ് ഈവൻ മൈ മദറിനെ കൊണ്ട് റീസൺ പറഞ്ഞാൽ ദേ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. അവർക്ക് മണി ഹാസ് ചേഞ്ച്ഡ്. മണി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം വന്നപ്പോൾ അവർക്ക് മക്കളായപ്പോൾ നമ്മളെ ആവശ്യമില്ല. അത് മാത്രമല്ല വൺസ് ഡേ സ്റ്റാർട്ട് ഏർണിങ് മണി ദേ ചേഞ്ചാണ്. അവർ മാറി. അങ്ങനെ പലരും മണി കിട്ടുമ്പോൾ പലരും മാറാറുണ്ട്. ഇപ്പോൾ വലിയ മത്സ്യത്വപരമായ കാര്യമൊന്നും ഇല്ല. നമ്മൾ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കാത്തത്. ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല, ഇങ്ങോട്ട് വിളിക്കാറില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ദേ കോൾ മൈ മദർ. അതുപോലും അവർ ചെയ്യുന്നില്ല. ദേ ചേഞ്ച് എ ലോട്ട്. ഒരു മത്സ്യത്തില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. സോ ഇപ്പം ഒരു പ്രാവശ്യം പോലും അമ്മയെ വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഫാദർ വെച്ച് 3 years ആവണം. എൻ്റെ ഇടയ്ക്ക് ഒരു തവണ വന്നിട്ടുള്ളൂ, രണ്ടാമത്തെ ആള്. ഒരു ആനിവേഴ്സറിക്ക് മാത്രം. കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രമായിട്ട് കോൺടാക്ട് പോലും ഇല്ല. എന്താണ് മനസ്സിലാവുന്നത്? നോട്ട് കോൺടാക്ട് എന്നോട് കോൺടാക്ട് ചെയ്യാൻ പക്ഷേ മദറിനായിട്ട് വെക്കാമായിരുന്നു. അവരെല്ലാം മാറിപ്പോയി, ഒരുപാട് മാറിപ്പോയി. പഴയ ആൾക്കാരല്ല. ഇപ്പോൾ എൻ്റെ മദറിൻ്റെ കാലം കഴിഞ്ഞാൽ ആരുമില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ആകുമ്പോൾ ആ ഒരു വിഷമമുണ്ട്. അവിടെ മദേഴ്സ് ലൈഫ് ടൈം ഒരു വിഷമം പറയാൻ പോലും ഒരാളില്ല. So what do you do when you feel depressed? You keep quiet, you said. വിഷമം എന്ന് പറയുമ്പോൾ ഐ കീപ് ക്വയറ്റ്, മിണ്ടല്ലേ. അങ്ങനെ ഇമോഷൻ വെച്ച് കുറവാണ് പറഞ്ഞല്ലേ. വെൻ ഐ ഗെറ്റ് ഹേർട്ട് ഐ ബിക്കം ഇൻട്രോവേർട്ട്. ഒന്നും മിണ്ടല്ല. വെൻ ഐ ഹാപ്പി ഐ വിൽ ടോക്ക് ലോട്ട്. ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണമില്ല. അപ്പോഴൊക്കെയാണ് ആ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നത്. ചില വീഡിയോസെല്ലാം ഇടാറുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്ന പല കാര്യം തുറന്ന് ഫിൽറ്റർ ചെയ്യാതെ, ഇവർ ഫിൽറ്റർ ചെയ്യാതെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാതെ പലതും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. തോന്നിയ കാര്യം അതേപോലെ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു. ചേച്ചിയൊക്കെ ഇത് കേൾക്കുമായിരിക്കും അല്ലേ? ഇപ്പൊ ഇല്ല, അവരുടെ വലിയ എനിക്കൊരു കോൺടാക്ട് ഒന്നും ഇല്ല. പറഞ്ഞിട്ടുണ്ട്, മൂന്ന് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എന്തിനാ പോയി ക്രഷ് ഇങ്ങനത്തെ എല്ലാം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കാം. ഈവൻ നമ്മൾ ഒരു മാരേജിന് തന്നെ വേർഡ് പറഞ്ഞില്ല, വളരെ ഹേർട്ടായി എനിക്ക്. പക്ഷെ ആറാട്ടം എന്ന് പറയാൻ അവർക്ക് മോശമാണ്. കാരണം ഐ ഷുഡ് ഹാവ് ബി ലിറ്റിൽ മോർ ഇമേജ് കോൺഷ്യസ് ആവണേ. എന്റെ ഫാദർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗൈഡൻസ് കിട്ടിയായിരുന്നു. ഗൈഡൻസും ഇല്ല, ചോദിക്കാനും പറയുന്ന ആരും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ആരുമായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആകെ ഫ്രണ്ട്ഷിപ്പ് ചെയ്താൻ മറ്റുള്ളതായിട്ടേ ഉള്ളൂ. ഒരാവശ്യം വന്ന പുള്ളിയൊക്കെ ഉള്ളൂ. വേറെ ആരുമായിട്ട് എല്ലാം പ്രശ്നമായിരിക്കും. എനിക്ക് ഹ്യൂമൻ ലൈഫ് കുറേ സ്ട്രെയിൻഡ് ആയിട്ടുണ്ട്. മേ ബി ഐ എം ഓവർ ഫ്രാങ്ക്, അതുകൊണ്ടാവാം. പക്ഷേ ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ടുണ്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ പലർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മെനി പീപ്പിൾ മിസ്അണ്ടർസ്റ്റുഡ് മീ. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സിസ്റ്റേഴ്സ് കാണുമ്പം എന്തെങ്കിലും മനസ്സിൽ തോന്നും. അവർ കാണുമെന്ന് അറിയില്ല, അത് മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇപ്പം എൻ്റെ ഫാദറിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു 3 പേര് എല്ലാവരും നല്ല ഹാപ്പിയായി ജീവിക്കണം. അതിപ്പോൾ എൻ്റെ രണ്ടാം സിസ്റ്റർ പറഞ്ഞ പുള്ളിക്കകത്ത് പറയാണ് നടക്കില്ല.
ഷീസ് ടെല്ലിങ് ലൈക്ക് Oh, she said that to എൻ്റെ ഫാദർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 3 പേര് വളരെ ഹാപ്പി ആയി ജീവിക്കണമെന്ന്. പക്ഷെ അത് അവർക്ക് അങ്ങനത്തെ താല്പര്യമില്ല. എന്ത് ചെയ്യാൻ, നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ഹേർട്ട് ചെയ്യുന്നില്ല സംസാരിക്കണം. അതുകൊണ്ട് സംസാരിക്കാത്തത്. എനിക്ക് അവർ സംസാരിച്ചാൽ മൂഡ് ഔട്ടാവും. അതുകൊണ്ട് മൂഡ് ഔട്ട് ആവാൻ വേണ്ടി അവർ സംസാരിക്കാറില്ല. എന്നെ സ്റ്റാർട്ട് ടോക്കിംഗ് രണ്ടാമത്തെ ആളെ ഒരു കോണ്ടാക്ട് ഇല്ല. ഒരു എന്താ പറയുക, നമ്മുടെ ഫീലിങ്സ് ബോധർ ചെയ്യാതെ ഒരു മനുഷ്യത്തില്ലാത്തില്ല സംസാരിക്കുന്നത്. വളരെ ഹേർട്ട് ചെയ്യേണ്ടിയില്ല. മറ്റേ ആളുടെ ഫീലിങ്സ് വെച്ച് ബോധർ ചെയ്യാതെ എല്ലാം എന്താ പറയുക, ഒരു സ്ഥലത്തിലെ സ്റ്റാറ്റസ് പോവാണ്. മറ്റേ ആളെ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യുന്ന പോവാണ്. അതെനിക്ക് വേറെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കോൺടാക്ട് വെക്കാം, അവർ വിളിക്കാറ്. പക്ഷേ ദേശത്തിൽ കോൺടാക്ട് മൈ മാത്രം. സോ ദേ മേ ടെൽ യു ദാറ്റ് യു നോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നന്നായിട്ട് ജീവിക്കാം. ഞാൻ എൻ്റെ ഫാദർ ആഗ്രഹിച്ചു ആ കാര്യം. രണ്ടാം സിസ്റ്റർ പറഞ്ഞപ്പോൾ പുള്ളിക്കാർ നടക്കില്ല. ഓക്കെ, സോ വാട്ട് ഇഫ് ദേ ടെൽ യു ദാറ്റ് ഈ പറയുന്ന എനിക്ക് ഞാൻ ആരും വൈരാഗ്യം വെക്കില്ല. അവർ എൻ്റെ അടുത്ത് വരികയാണ്, ഞാൻ ഇപ്പോഴും റിസീവ് ചെയ്യാൻ ഹാപ്പിയാണ്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. വാട്ട് ഇഫ് ദേ ടെൽ യു ദാറ്റ് യു ഹാവ് ടു ഡിലീറ്റ് യുവർ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആൻഡ് എവറിത്തിങ് ആൻഡ് ദെൻ ബി എ ഫാമിലി, വി ആർ റെഡി? ഞാൻ റെഡിയാണോ? യു മാരി? പക്ഷെ അത് നല്ല ഫാക്ടറാണ്. സോഷ്യൽ മീഡിയ നല്ല കാരണം. സോഷ്യൽ മീഡിയ ഇപ്പോൾ വൈറലായിട്ട് 3 years ആയിട്ടുള്ളൂ. റിലേഷൻഷിപ്പ് സ്ട്രെയിൻ ആയിട്ട് 10-20 വർഷമായി. ഇപ്പോൾ ആൾക്കാരെല്ലാം ആണെങ്കിലും കൂട്ടി പറയും. ബിക്കോസ് രണ്ടാം സിസ്റ്റർ എന്നെ മെൻ്റലി ടോർച്ചർ ചെയ്യണം വർഷങ്ങളായിട്ട്. ആരോട് പറയണം? ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, വനിതാ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ വേണമെന്ന് ഞാൻ പറയണം. കാരണം ആണുങ്ങൾ പെണ്ണുങ്ങളെ സെക്ച്വലി ഫിസിക്കലി അബ്യൂസ് ചെയ്യും. എത്രയോ പെണ്ണുങ്ങൾ ആണുങ്ങളെ മെൻ്റലി അബ്യൂസ് ചെയ്യും. ലാസ്റ്റ് 20 വർഷമായിട്ട് എൻ്റെ രണ്ടാം സിസ്റ്റർ മെൻ്റലി ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? എന്തിൻ്റെ പേരിലാണ്? പല കാര്യം എന്ത് സംസാരിച്ചാലും ആവശ്യമില്ലാത്ത ആർഗ്യുമെൻറ്റ്സ് എല്ലാം ഒരു എന്താ സാഡിസ്റ്റിക് അപ്രോച്ചാണ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ചില കാര്യം നമുക്ക് പറയാം, വളരെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാത്ത കാര്യങ്ങളല്ല. നാളെ പറഞ്ഞ ഒരു കാര്യം വളരെയധികം എനിക്ക് ഹേർട്ട് ചെയ്തു. മൈ സെക്കൻഡ് സിസ്റ്ററിൻ്റെ മകനെ എൻ്റെ വീട്ടിലേക്ക് വെറുതെ വിടാറില്ല. കാരണം ഐ വിൽ സീ ഇൻ വേറെ വേ. അതിന് വളരെ ഹേർട്ടായി. അതിനോട്ട് ഹോമോസെക്ഷൽ ആണെന്നല്ല, ആ രീതിയിൽ കാണുമ്പോൾ പറഞ്ഞപ്പോൾ വളരെ ഹേർട്ടായി. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. എനിക്ക് 18 years ഉണ്ടായപ്പോൾ ഒരു മകനെ പോലെ കാണുന്ന പയ്യനാണ്. അവനെ വീട്ടിലേക്ക് വിടില്ല, എൻ്റെ വീട്ടിലേക്ക് വിടില്ല. കാരണം ഞാൻ ചിലപ്പോൾ ആ രീതിയിൽ കാണും. ദാറ്റ് ഇസ് വെരി ഹേർട്ടിങ്. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ ഉണ്ടായതാണ് ഈസ് ലൈക്ക് എ സൺ ഫോർ മീ. ആ രീതിയിൽ കാണണം. അങ്ങനത്തെ വർത്താനം കേട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ വർത്താനം പറയണം. അതുകൊണ്ട് മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഹേർട്ട്. ഇങ്ങനെ ഹേർട്ട് ആവണം. അല്ലാത്ത വിഷമിക്കാൻ കുറേ കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യും? മകനെ പോലെ കാണുന്ന പയ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അത് കഴിഞ്ഞിട്ട് വളരെ രസം തോന്നി. എന്ത് ചെയ്യാൻ? എൻ്റെ വലിയൊരു ആഗ്രഹം എൻ്റെ ഫാദർ പറഞ്ഞ പോലെ എല്ലാ റിലേഷനും ശരിയാക്കാൻ കുറേ ശ്രമിച്ചു. ഒരുപാട് വിട്ടുവീഴ്ച വരുത്തി. പക്ഷെ നടക്കുന്നില്ല. നല്ല മനുഷ്യരെ മാറുക. ഞാനിപ്പോഴും എനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല. എൻ്റെ അടുത്ത് നല്ല രീതിയിൽ വരികയാണ്, ഞാനും വരാൻ തരാം. എന്നെ 12 വയസ്സിൽ അബ്യൂസ് പയ്യനെ പോലും ഞാൻ ക്ഷമിച്ചാണ്. ബൈബിളിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ, ഞാൻ എക്കണോസ്റ്റിക് ആണെങ്കിൽ ബൈബിളിൽ ഏറ്റവും വലിയ കാണുന്ന പ്രിൻസിപ്പിൾ ഫോർഗീവ്നെസ് ആണ്. അത് എൻ്റെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരും കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ കാണിക്കാൻ തയ്യാറാണ്. എല്ലാവരും ഫോർഗീവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അവർ ഫോർഗീവ് ചെയ്യാൻ തയ്യാറല്ല. എന്തായാലും വീക്ക് പീപ്പിൾ ടേക്ക് റിവെഞ്ച്, സ്ട്രോങ് പീപ്പിൾ ഫോർഗീവ് എന്ന് പറയും. ആ ഒരു രീതിയിൽ ഞാൻ സ്ട്രോങ് ആണ്. ഐ ഫോർഗീവ് എവരിവൺ. വീഡിയോസ് പല രീതിയിലാണ്. നിങ്ങൾ മൂഡ് സ്വിങ്സ് അല്ലേ, മൂഡ് സ്വിങ്സ് അല്ലേ, മൂഡ് സ്വിങ്സ് തോന്നുന്നു ആൾക്കാർക്ക്. ഓരോരുത്തരെ ഹേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മൂഡ് ഔട്ട് ആവും. Maybe you continue doing good videos in the sense ഗുഡ് വീഡിയോസ് ഞാൻ എല്ലാം പറയാറുണ്ട്. പോസിറ്റീവ് ട്രൂട്ട് സത്യം അല്ല, സത്യം ട്രൂട്ട് എന്ന് പറയുമ്പോൾ സത്യം എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. രണ്ടും ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ മോളാഗോജ് പറയുകയാണെങ്കിൽ ലോങ് ആൻഡ് ഏറ്റവും ആക്ടറാണ് പറയും. പക്ഷേ അതിൻ്റെ പേഴ്സണൽ ലൈഫ് ചില കാര്യങ്ങളോട്ട് എനിക്ക് വിയോജിപ്പുണ്ട്. അവർ എല്ലാം പറയാറുണ്ട്. ഐ ടെൽ ട്രൂട്ട് കൺറ്റെയിൻ ബോത്ത് പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവ് മാത്രമോ നെഗറ്റീവ് മാത്രം അല്ല പറയാം. ഫിലിം റിവ്യൂ ചെയ്യുമ്പോൾ പോസിറ്റീവ് മാത്രം നെഗറ്റീവ് മാത്രം അല്ല പറയാം. രണ്ടും പറയാറുണ്ട്. ഞാൻ ചില സിനിമ റിവ്യൂ എടുത്ത് ചിലർ ചോദിക്കും നിങ്ങൾ ഇത് സിനിമ നല്ലതാണോ പറയുന്നത് അല്ലെങ്കിൽ മോശമാണ് പറയാൻ അവർക്കറിയില്ല. കാരണം രണ്ടും പറയാറുണ്ട്. രണ്ടും പറയാറുണ്ട്. അവർ ചോദിക്കാറുണ്ട് ഇത് നിങ്ങൾ എന്താ സിനിമ നല്ലതാണോ പറയുന്നത് മോശമാണ് പറയണം. താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പോസിറ്റീവ് അനലൈസ് ചെയ്തിട്ട് രണ്ടും പറയാം. മോശം ആ കൺഫ്യൂഷനാണ്. നിങ്ങൾ എന്താ ആ കൺഫ്യൂഷനാണ്. ഞാൻ രണ്ടും പറയാറുണ്ട്. മോശം പോയി പറയുമ്പോൾ നെഗറ്റീവ് കൂടുതലായിരിക്കും, നല്ല പോകുമ്പോൾ പോസിറ്റീവ് കൂടുതലായിരിക്കും. സന്തോഷ് ഏതെങ്കിലും തെറപ്പിക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടോ? എനിക്ക് OCD ഉണ്ടായിരുന്നു, മെഡിക്കേഷൻ നടത്തുന്നുണ്ട്. OCD മെഡിക്കേഷൻ നടത്തുന്നുണ്ട്. വേറെ എനിക്ക് ആ ഒരു പ്രോബ്ലമേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഡിപ്രസ്ഡ് ആവുമ്പോൾ ഉണ്ടായിരിക്കും. കുറച്ച് ഉണ്ടായിരിക്കും. ഡിപ്രഷൻ പറഞ്ഞാൽ മനഃപൂർവ്വം ഉണ്ടാവുന്നതല്ല. ആരെങ്കിലും മൂഡ് ഔട്ട് ആകും, ഇൻസൾട്ട് ചെയ്യുമ്പോഴാണ് മൂഡ് ഔട്ട് ആവും. മേ ബി കുറച്ച് സെൻസിറ്റീവ് ആണ്. അപ്പം
താങ്കളുടെ ഫസ്റ്റ് കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഫസ്റ്റ് കോൺടാക്ട് ആദ്യം വൈറലായിട്ട് വേറെ നെഗറ്റീവായിട്ട് വന്നു. സോ നിത്യാമേനനെ ഇഷ്ടമായിരുന്നു എന്ന്, റൈറ്റ്? അത് പബ്ലിക്കലി നിങ്ങൾ പറഞ്ഞു. ആൻഡ് അതൊരു വലിയൊരു സംഭവമായി മാറി അല്ലേ? അത് അവരിവിടെ വന്ന് പറഞ്ഞപ്പോഴാണ്, അവര് മീഡിയയുടെ ഫേസിൽ പറഞ്ഞപ്പോഴാണ് വലിയ ന്യൂസായി മാറി. എക്സ്പ്രസ് ദാറ്റ് യു വർ ടോർച്ചറിങ് ഹർ ആൻഡ് അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി നെഗറ്റീവ് രീതിയിലാണ് പറഞ്ഞത്. സ്റ്റോക്കിങ് പക്ഷേ ഞാൻ സ്റ്റോക്കിങ് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, നെഗറ്റീവായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവരെ എനിക്ക് ഇപ്പോഴും വേണമെങ്കിൽ അറിയാം അവരെവിടെയാണെന്നുള്ള. പക്ഷെ ഞാൻ പിന്നെ അവരെ നമ്പർ എങ്ങനെ കിട്ടി? നമ്പർ എനിക്ക് ഫിലിം പീപ്പിളൊക്കെ ഒരുപാട് നമ്പർ ഉണ്ട്. സോഷ്യൽ പറയില്ല, കാരണം പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രൈവസി പോകും. നമ്പറിന് കിട്ടി. പക്ഷെ ഞാൻ അവർ നെഗറ്റീവിലല്ല ചെയ്ത. എനിക്ക് ആദ്യകാലത്ത് അവർ നോ പറയാത്തത് കൊണ്ട് മനസ്സിലായി വളർന്ന് മറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് ആവുമ്പോൾ നിർത്തുകയും ചെയ്യണം. പക്ഷെ സന്തോഷ്, മറക്കാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് പറയുമ്പം ഒരു 2-way റിലേഷൻഷിപ്പ് ആണ്. വൺ ഷെയർഡ് ലവ് പെയിൻഫുൾ ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എനിക്ക് അങ്ങോട്ടായിരുന്നു, ഇങ്ങോട്ടുണ്ടായിരുന്നില്ല, അങ്ങോട്ടായിരുന്നു. എൻ്റെ എല്ലാ ലവും അങ്ങനെയായിരുന്നു. ഒന്നും 2 സൈഡഡ് ആയിട്ടില്ല. എനിക്ക് ഇതൊരു ഗേൾഫ്രണ്ട് ആയിട്ടില്ല. അച്ഛനോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇത്? അല്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്ത് പറയാനാണ് അവർ? അവരെന്ത് പറഞ്ഞു? നിത്യമേനയുടെ ഫാദർ ന്യൂട്രലായിരുന്നു. ഈ ആസ് ഈവൻ ടോക്ക് ടു മദർ അല്ല. പക്ഷെ മറ്റേ മദറും സിസ്റ്റേഴ്സിൽ ആദ്യമേ പറഞ്ഞു വേണ്ടാവോ, താല്പര്യം മുന്നോട്ട് പോകണ്ടെന്നാണ്. എനിവേ ടേൺഡ് അവസാനമായി നെഗറ്റീവ് മാറി. when you say Nithya Menon, ഇപ്പൊ നമ്മളൊരു ഫാൻ മൊമെന്റ്, ഫാൻ മൊമെന്റ് അല്ല, ആസ് എ പേഴ്സൺ ആണ്. It was a personal thing for you. Okay, even if it's a personal thing for you, seeing her status, like, you know, she's a big celebrity and she's in a different level altogether. നമ്മളും സെലിബ്രിറ്റി ആണ്, ഈവൻ ദെൻ. അപ്പൊ നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലേ? ഒരു കാര്യമുണ്ട്, ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അവരുടെ ഒരു സെലിബ്രിറ്റി, ഒരു ഫിലിം ആക്ട്രസ് എന്ന് പറയുമ്പോൾ കല്യാണിക്കുന്ന ആള് അവരുടെ ലൈഫ് വളരെ ലക്സൂറിയസ് ആണ്. യൂട്യൂബ് ബിസിനസ് മാനോ പ്രൊഡ്യൂസർ ഫിനാൻഷ്യലി അതുപോലെ ആയ ആൾക്കാർ കല്യാണിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സാധാരണ ആൾക്ക് പറ്റില്ല. ആ ഒരു റിയാലിറ്റി പിന്നീട് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ അവർ ഞാൻ വലിയ ഇൻഫീരിയർ എനിക്ക് തോന്നിയിട്ടില്ല. ഈ കേസിൽ ഞാൻ അവരെ കണ്ടും കൈയാണ്, എൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാ രീതിയിലും അങ്ങനെ ഇൻഫീരിയർ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ പിന്നീട് അറിഞ്ഞത് ഫിലിം ആക്ടേഴ്സ് ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. ആ ലൈഫ് സ്റ്റൈലായിട്ട് മാച്ച് ചെയ്ത് പോകണമെങ്കിൽ യു ഹാവ് ടു ബി വെരി ബിഗ് ബിസിനസ് മാൻ ഓർ പ്രൊഡ്യൂസർ, അങ്ങനെ ഫിനാൻഷ്യലി അങ്ങനെ പറ്റില്ല. ഫോർ എക്സാമ്പിൾ അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ ശരി, ഈ ശ്രീദേവി കല്യാണിച്ച ബോണി കപൂർ അങ്ങനെ ആൾക്കൊക്കെ പറ്റുള്ളൂ. അവർ കല്യാണിക്കുന്ന ആൾക്കാരും അങ്ങനെയാണ്, എന്നാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ആ ലൈഫ് സ്റ്റൈൽ മാച്ച് ചെയ്ത് പോകണമെങ്കിൽ അത് വേണം. അപ്പം ഇതെല്ലാം കോൺട്രവേഴ്സീസിൽ ചെന്ന് പെടുന്ന കാര്യങ്ങളായിരുന്നു അല്ലേ? അപ്പം അതുപോലെ തന്നെ ഇപ്പം ഈ ഇടയ്ക്ക് കോൺട്രവേഴ്സിയിൽ വന്ന നമ്മുടെ ഹണി റോസിന്റെ കാര്യം തന്നെ വളരെ എന്താ പറയണ്ടേ, അതിന് ചിലവർ നെഗറ്റീവായിട്ട് എടുക്കും. അങ്ങനെ ഒരു ഐ ഡോണ്ട് വാണ്ട് ഈവൻ ടേക്ക് ദറ്റ് വേർഡ് റൈറ്റ് നൗ, ബട്ട് അങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ കാര്യം സന്തോഷ് പറഞ്ഞതും അതൊരു വലിയ പ്രശ്നമായി മാറിയ ആൾക്കാർ അതിനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര മാറി. ആ കാര്യം പറഞ്ഞിട്ട് 2-3 മിനിറ്റുള്ളിൽ ഡിലീറ്റ് ചെയ്യാനുണ്ട്. ഇതെടുത്ത് വെച്ചിട്ടാണ് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ എടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. But when we are saying that, there could be some reasons why her body is like that, or എന്തെങ്കിലും കാരണവശാലായിരിക്കും അങ്ങനെ. എന്നെ കുറിച്ച് അധികം പറയില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. ഇപ്പോൾ ബോജയ്ക്ക് പറ്റിയ അവസ്ഥ എനിക്ക് വരും, അതിനെക്കുറിച്ച് പറയുന്നത്. സോ എപ്പോഴെങ്കിലും ഇങ്ങനെ സന്തോഷം തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്ന്? You felt at some point in time? അത് തോന്നിയിട്ടുണ്ട്, സോറിയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണോ വീഡിയോ ഡിലീറ്റ് ചെയ്ത, അത് കോൺട്രവേഴ്സി പേടിച്ചാണോ വീഡിയോ ഡിലീറ്റ്? സോറി എന്ന് തോന്നിയിട്ട് ചെയ്താണ്. ഞാൻ എനിക്ക് എന്തോ ഒരു നിഖിലവിനോട് എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു സോറി എന്ന് പറഞ്ഞു. അതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിത്യമേനോടും പറഞ്ഞു സോറി. നിത്യമേനോൻ രണ്ടാമത് വന്ന് കാണാൻ ഞാൻ സ്വന്തം മീഡിയക്കാർ സമ്മതിച്ചില്ല. അവർ കണ്ടാൽ ഞാൻ കൈ കൊടുക്കാൻ വേണ്ടി ഇരുന്നത്. എനിക്കൊരു ദേഷ്യമില്ല. രണ്ടാമത് അവർ വന്നപ്പോൾ കൈ കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. മീഡിയക്കാർ സമ്മതിച്ചില്ല, അവരുടെ PR ബ്ലോക്ക് ചെയ്തു. എനിക്ക് അവരുടെ ദേഷ്യമൊന്നുമില്ല, ആരോടും ഇല്ല. ആൻഡ് ഹണി റോസിനെ എല്ലാവരുമായിട്ട് നല്ല ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഹണി റോസിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഹണി റോസ് എനിക്ക് കൈ തന്നാണ്, ഇനിയിട്ടിന് കൈ തന്നാണ്. അതൊന്നുമില്ല. ഇതിനെ ഞാനെല്ലാം പറഞ്ഞതിൻ്റെ എത്രയോ ഡബിൾ ഇരട്ടി എന്തൊക്കെ കാര്യം കമൻസിൽ പറയണം. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ആക്ച്വലി ഇതിന് കേസ് പോലെ കമൻസിൽ ഇവരെന്തൊക്കെയാണ് ചെയ്ത് വെക്കണം, എന്തൊക്കെ വൃത്തികളൊക്കെ ചെയ്ത് വെക്കണം, തെറികൾ എന്തൊക്കെ ചെയ്ത് വെക്കണം. അന്നെതിരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അവര് പറഞ്ഞതിന്റെ 100% പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ആ പണിയിരുന്നു. സ്നേഹ രജീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഫേസ്ബുക്കിലൂടെ, അവർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. എനിക്ക് അവരുടെ നമ്പർ കിട്ടാൻ മാക്സിമം ശ്രമിച്ചു, കിട്ടിയില്ല. ഞാൻ പറഞ്ഞു അത് അവർക്ക്
What did you like about it? Because see, the most അത് important അവർക്ക് thing is അത് that അവർക്ക് all of these people have not met you in person. You don't know their actual like സന്തോഷ് പറഞ്ഞ പോലെ സന്തോഷ് ഇപ്പം വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള വീഡിയോസ് ആണ് എടുത്തിടുന്നത്. ഓക്കെ, സന്തോഷ് ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതെ, എനിക്ക് പക്ഷേ ഞാൻ ഉടനെ കല്യാണിക്കല്ല പറഞ്ഞു, ഇന്ററാക്ട് ചെയ്ത് കുറച്ച് പരിചയപ്പെട്ട ശേഷം ഒന്ന് ഇന്ററാക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇന്ററാക്ഷനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് അവര് ആ So സമയത്ത് it was kind of love at first sight when you see all these people. ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ചിലർക്കല്ല. ചില കേസിൽ ലവ് ഫസ്റ്റ് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല, അവർക്ക് തോന്നണ്ടേ. So ചില കുറിച്ച് ഇപ്പോൾ അനാർക്കലി പോയ ആൾക്കാരെ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടും ഉണ്ട്. അപ്പോൾ അനാർക്കലിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു നിത്യമേനും വേണമെങ്കിൽ ഈ രീതിയിൽ ഡീൽ ചെയ്യാമായിരുന്നു എന്നാ പോസിറ്റീവ് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ എന്നെ എൻ്റെ പേഴ്സണലായിട്ട് ഇപ്പോൾ ചെകുത്താൻ്റെ പല ഗേൾസിലെ പല ഫ്രണ്ട്സ് അല്ല പേഴ്സണലായിട്ട് ഉണ്ടായിട്ട് അവർക്ക് നല്ല അഭിപ്രായമാണ് അതിനെക്കുറിച്ച്. പുറമേ കാണുന്ന പോലെ അല്ല. സന്തോഷ് വർക്കി ആറാട്ടം നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. So do you wish to tell the world about that? Who is Santosh Varki and who is Aratta? രണ്ടും രണ്ടാണ്. ആറാട്ടം എന്ന് പറഞ്ഞാൽ ആൾക്കാർ മുമ്പിൽ ഒരു കോമാളി ഇങ്ങനെ കാണണം. പക്ഷേ സന്തോഷ് വർക്കി അങ്ങനത്തെ ആളല്ല. അപ്പം എൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്ത ആൾക്കാരുടെ എല്ലാ അഭിപ്രായം മാറിയിട്ടുണ്ട് അടുത്ത് ഇൻട്രാക്ട് ചെയ്തപ്പോൾ. ചെയ്താണെന്ന് പറയാറുണ്ട്, ചെയ്താണെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളെ ഫ്രണ്ട്സില്ല, അവരെല്ലാം എൻ്റെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളേ അല്ല. സോ അങ്ങനെ ഒരാളായി മാറിക്കൂടെ, അതേ വ്യക്തിയായി മാറിക്കൂടെ? കുറേയെല്ലാം മീഡിയ റീച്ച് കുറേയല്ല എൻ്റെ വീഡിയോസ് കുറേയെല്ലാം മീഡിയ വാൻഡിലിറ്റി ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു നടിക്ക് ഒരാൾ വെയിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് അവിടെ കയറി കഴിഞ്ഞാൽ ഈ പാപ്പരേഷൻ എവിടെ നിന്നൊക്കെ എന്തൊക്കെ ആംഗിൾ വീഡിയോ എടുക്കുന്ന എങ്ങനെയൊക്കെയാണ് വരുന്ന അറിയില്ല. നമ്മുടെ വില നമ്മുടെ കയ്യിലല്ലേ സന്തോഷിക്കും. ഓൺലി തിങ് ഐ ക്യാൻ ഓൺലി തിങ് ഐ ക്യാൻ സേ ഡോണ്ട് ഗോ ദെയർ. അവിടെ പോയിരിക്കാം, അവിടെ പോയാൽ എന്തെങ്കിലും ഉണ്ടാക്കും വരാം, എന്തെങ്കിലും പക്ഷെ അത് അവരുടെ സർവൈവ് ജീവിക്കാൻ വേണ്ടിയാണ്. അവൻ എന്തെങ്കിലും ഓർമ്മ ഉണ്ടാക്കും, പിന്നെ പോകാതിരിക്കുക. പോകാതെ തന്നെ കുറച്ചാൾ കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ ആരും ഒരു ഫെയിം ഇല്ലാതെ. എനിക്ക് പവർ വേണ്ട, മണി ആവശ്യത്തിന് മതി. ഫെയിം ഞാൻ എൻജോയ് ചെയ്യുന്നു. ഐ ലൈക്ക് ടു ബി ഫേമസ് ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നെഗറ്റീവായിട്ട് മാറുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും യു ഡോണ്ട് ബോദർ. ഐ ലൈക്ക് പോസിറ്റീവ് ഫെയിം. നെഗറ്റീവായിട്ട് മാറുക. Have your stipend and all coming. So what do you do stable as a income thing? Income. Source? Yeah. What do you do for that? Actually now I am for doing a living. Financial. I am getting a scholarship. JRF scholarship. That you told me. 45,000. Then I getting some amount from YouTube, Facebook, all this. Then my father's assets all there. My elder sister is helping my mother, not me. Financially, it's almost stable. But in between, you had faced that problem, while your father was not well or something. There was some financial crisis. In between, during that time. Problem, because my scholarship don't come in right time. It will take delay. In that time, in 3 days, all my 3 accounts have been 0 rupees. That don't come. In that instance, I felt very bad. That was the time. In that situations, I have written certain vulgar posts only to get money only. Okay, that's an intentional thing that you did it for survival only. Yeah. But that continued. No, I didn't continue that. I stopped it. Last 6 months, if you take my post, there's no post like that. And when you talk about your social media, like you have your Facebook account, what is the total subscribers there on Facebook? 44K. 44K. And YouTube 33K. 33K. Insta I started recently only, but very good reach, 55K. Oh, it has reached 55K. Wonderful. So how much are you earning from each on a monthly basis average? Overall, I will be getting something 30,000 something. From YouTube. And Facebook. Yeah, Facebook. But Insta is not yet monetized. In India, it is not monetized. Yeah. Facebook, I am having very good reach, but income is low. YouTube, more income you will get, but my reach is a little bit less. So you want to continue like this with your earnings? I don't know how long I will maintain this fame. As long as I will be there, as long as fame is there, I will be there. Yeah. For media, it's a business, market value only. Once you lose the market value, they will leave you. Yeah. That is like that. But I didn't show such much business approach towards them. They have been business approach towards me, but towards the actually starting all, I should have asked money from all. Lot of people have come. I remember 25 medias are all coming to my house at the starting time when I began. When you were at that time, I should have made money because at that time my father was in hospital. I was not able to go. I not able to enjoy this fame also at that time. Peak time. I remember every media waiting to see my response on Beastbomb movie. But in between, I went out because my father is in hospital. Because those times, otherwise things would have been different. Yeah. In starting, how you mold the image, everything. That time, I was not able to because of my personal reason. So, Santosh, there was an instance where your scooter was destroyed by someone, right? What was that all about?
I don't know. There are a lot of enemies are there, especially when I told something bad about Mola Law. The Mola fans are very much against me. Because They're very I don't know sensitive, right? who are the people. So, but damage has taken place. Actually, it should have been given case all. But I don't know. There are a lot of people like this. Social people are. People are So you're not scared of coming out like this, like, you know? Actually, otherwise I should not go to one another theater. It's very anything can happen there. Many bad things has happened there. Only because I'm courageous person, only I'm going there. Everywhere there's problem. If you are frank, if you are tell truth, if you become outspoken, all you will face lot of problem. Prithviraj has faced. Parvati Thiruvat has faced. Many people has faced. If you are diplomatic, models are all very diplomatic. If you are diplomatic, then all things will go well. But I think as after certain instant, diplomacy become it is not honest. It's not But being honest. but I should be, but I am diplomatic not to hurt others. Yeah, that you should keep quiet. That That you should I have keep been in mind. frank about me, not about others. Both I have been, but more I have been frank about me. In order not to hurt others' feeling, I become diplomatic. Yeah. But over diplomatic, everywhere you become diplomatic, that I become lying on. Uncomfortable. Yeah. It's not honest. But you should be, that's one person has told me, be kind and frank. Be kind than frank. Yeah, even if you want to tell about the worst thing You should about not a hurt them. person, you should not hurt. You should put that in a very good way. Other, we have to really make sure. In order not to hurt others, you can be diplomatic. That's why one person, be kind than frank. If you are, that way, you have to show some human diplomacy in certain situations. ഇപ്പം സന്തോഷിൻ്റെ പടങ്ങൾ കാണുവാണെങ്കിൽ സിനിമകൾ കാണുവാണെങ്കിൽ വളരെ ചുരുക്കം ഞാൻ കുറച്ചൊന്ന് നോക്കിയപ്പോഴും റാൻഡം സെലക്ഷനാണ്. ഒരു തോട്ട് പ്രോസസ്സ് ഇട്ട് സെലക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി. അതിലൂടെ എന്ത് പറ്റുന്ന വെച്ചാൽ ഒരു വികലമായ ഒരു ക്യാരക്ടറൈസേഷൻ അല്ലേ ആൾക്കാരുടെ മുന്നിലേക്ക് പോകുന്നത്. ഏത് കാര്യത്തില ഒരു ഈ ഷോർട്ട് ഫിലിംസ് കാണുമ്പോഴേ ചിലതൊക്കെ വളരെ റാൻഡം ആയിട്ടുള്ള സെലക്ഷനാണ്, നോട്ട് ഗിവിങ് വെരി. അതൊന്നും എനിക്ക് ഷോർട്ട് ഫിലിമൊന്നും ഒറ്റ കാശ് കിട്ടിയിട്ടില്ല. ഒറ്റ രൂപ അങ്ങോട്ട് പോവുക ചെയ്താ. ഞാൻ അതെല്ലാം ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ ചെയ്തതാണ്. അത് എനിക്ക് ഭയങ്കര പ്രശ്നമായി മാറി. പിന്നെ ഒരുപാട് കേസാണ്. അതങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ അതുകൊണ്ട് ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നിർത്തി, ഇപ്പോൾ ചെയ്യാറില്ല. എനിക്കിനി വല്ല എറണാകുളത്ത് ഫിലിം ഷൂട്ടിങ് മാത്രം ഫിലിം ആണെങ്കിൽ ഞാൻ ചെയ്യും. കാരണം വീട്ടിൽ മാറിക്കാൻ കൂട്ടുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആക്ടിങ് ഞാൻ ചെയ്യേണ്ടെങ്കിൽ വലിയ കോപ്പുലർ എനിക്കാണ് വലിയ ഐ നോട്ട് എൻജോയിങ് ദാറ്റ് പ്രോസസ്. ഇവൻ മോഹൻലാൽ പോലും ആക്ടിങ് എൻജോയ് ചെയ്യാത്ത ആളാണ് പറയുന്നത്. പുള്ളി പോലും എൻജോയ് ചെയ്യുന്ന പറയുന്നത്. അത് ഭയങ്കര പ്രത്യേക പ്രോസസ്സാണ്. എല്ലാവരും അത് എൻജോയ് ചെയ്യണമില്ല. അല്ല, നാച്ചുറൽ ആക്ടിങ് ആണ് ഏറെക്കുറെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ സെലക്ഷൻ ഓഫ് വർക്ക് അതൊന്നും അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് അങ്ങനെയൊന്നും അല്ല. ഓരോ ആൾക്കാരുടെ ഒരാളെ രൂപ വാങ്ങിക്കാതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒട്ടും രൂപ വാങ്ങിക്കാതെ അവരുടെ നിർബന്ധത്തിൽ ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴേ നിർത്തി ഷോർട്ട് ഫിലിം. കാരണം ലാസ്റ്റ് ബ്ലഡി നൈറ്റ് ഷോർട്ട് ഫിലിമിലേക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായി. കേസെല്ലാം വന്ന അങ്ങനെയാണ്. അടവത് അവരുടെ നിർത്തി ഷോർട്ട് ഫിലിം. So why do you like Mohanlal? As an actor, as a human being അത്രയല്ലേ ഇല്ല. As an actor is wonderful. Have you met him? പലപ്പോഴും കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? Professionally is very good, very dedicated, very talented. But personally എനിക്ക് അത്രയില്ല. ചില കാര്യം എന്ത് സംസാരിച്ചിട്ടുണ്ട് കണ്ടപ്പോൾ? എന്ത് പറഞ്ഞിട്ടുണ്ട്? 4-5 തവണ സംസാരിച്ചിട്ടുണ്ട്. ബുക്ക് നന്നായി പുള്ളി സംസാരിച്ചത്. പിന്നെ ഞങ്ങൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. So why do you not like Mammootty? Mammootty is a very good, as an actor ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ആസ് എ ഹ്യൂമൻ ബീയിങ് ഈസ് മോർ ഡിസിപ്ലിൻഡ് ആണ് മമ്മൂട്ടി എന്നാണ് പേഴ്സണലി എന്നുള്ളത്. പ്രൊഫഷണലി മോഹൻലാലിനകത്ത് വരില്ല. കാരണം പുള്ളി ആ ഡെഡിക്കേഷൻ കാണിച്ചിട്ടില്ല. കാരണം മോഹൻലാൽ ഒരു സിനിമ ലൊക്കേഷൻ ഒരിക്കലും മൂഡ് ഔട്ട് ആവില്ല. പക്കാ പ്രൊഫഷണലാണ്. ആ പ്രൊഫഷണലീസ് മമ്മൂട്ടി കാണിച്ചിട്ടില്ല. പിന്നെ അത്ര ടാലൻറ്റും അല്ല മോഹൻലാൽ. പക്ഷേ പേഴ്സണലി നല്ലതായിരുന്നു. പ്രൊഫഷണലി മോഹൻലാൽ, പേഴ്സണലി മമ്മൂട്ടി. That's a good combo അല്ലേ? ആരെയും ബുദ്ധിമുട്ടിക്കണ്ട, ആരെയും വിഷമിപ്പിക്കണ്ട. പ്രൊഫഷണലി മോഹൻലാൽ, പേഴ്സണലി മമ്മൂട്ടിയാണ്. ഈ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഒരു മെയിൽ ആക്ടേഴ്സ്. ഇവർ രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് പേഴ്സൺ ആണ്. And they are male actors. ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള മഞ്ജു വാര്യർ. Why do you like her? Why do you like her? She is a wonderful actor. ഈ മോഹൻലാലിന്റെ ഒപ്പം അഭിനയിക്കാനുള്ള ആ പിടിച്ചു നിൽക്കാൻ ആ കാലിബറുള്ള നടിയാണ്. വളരെ ടാലന്റഡ് ആണ്. No other person? ഉർവശി. എനിക്ക് ഇവരുടെ മഞ്ജുവാരി ഉർവശിയെല്ലാം സംസാരിച്ചിട്ടുണ്ടേ. ഞാൻ സംസാരിച്ചിട്ട് അവർക്ക് എന്നെ അറിയില്ല ചെയ്യാം. ഉർവശിയായിട്ട് വിളിക്കും. ഉർവശി അങ്ങനെ കുറച്ച് പേരുണ്ട്. സ്മിത പട്ടേൽ അങ്ങനെ. പിന്നെ അല്ലെങ്കിൽ ശാരദ, പഴയ ആക്ട്രസ് ശാരദ. അങ്ങനെ ആക്ട്രസ് സബാന അസ്മി. അങ്ങനെ ആക്ട്രസിൽ ടാലൻ്റായിട്ട് ഒരുപാട് പേരുണ്ട്. ഹിന്ദി സിനിമകളിൽ ആരെയാണ് ഇഷ്ടം? ഹിന്ദിയിലോ? ആസ് എൻ ആക്ടറോ
ഞാൻ അമീർ ഖാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആക്ടർ അല്ല. ചിലപ്പോൾ എക്സാജറേഷൻ കൂടുതലില്ലേ അമീർ ഖാൻ? അമീർ ഖാൻ പറഞ്ഞാൽ അയാൾ ഈസാണ് വലിയ ആക്ടറൊന്നും അല്ല, മെത്തഡ് ആക്ടറാണ്. പക്ഷേ ഫിലിം മേക്കിംഗ് പുള്ളിയുടെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസറിനെ കാശ് കിട്ടും, എൻ്റർടൈനിങ് ആയിരിക്കും, ഒപ്പം നല്ല മെസ്സേജും ഉണ്ടാവും. അതാണ് റിയൽ ഫിലിം എന്ന് തോന്നിയത് അമീർ ഖാനാണ്. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് നോക്കുമ്പോൾ ജോൺ അബ്രഹാം ഉണ്ട് ഫിലിം മേക്കർ ഉണ്ടായിരുന്നുണ്ട്, ആക്ടറല്ല. 1986 വെച്ചാൽ അയാളൊക്കെയാണ് സിനിമയ്ക്ക് കാശിന് വേണ്ടി അല്ല അപ്രോച്ച് ചെയ്തത്. ജോൺ അബ്രഹാം ആക്ടർ അല്ല. 1986 മരിച്ചുപോയ മലയാള ആക്ടർ. അയാളൊക്കെ ആ ഒരു സിനിമയോട് വളരെ സിൻസിയറാണ്. ആ 4 സിനിമയെ ഡയറ്റിട്ടുള്ളൂ. പക്ഷേ വളരെ മണിക്ക് വേണ്ടിയൊന്നുമല്ല, അവരൊക്കെ റിയൽ ഫിലിമായിട്ട് തോന്നിയത്. പക്ഷേ ഒരു പ്രാക്ടിക്കൽ പ്രൊഡ്യൂസറിന് നഷ്ടം വരാത്ത, എന്നാൽ എൻ്റർടൈനിങ്, ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കുന്ന അങ്ങനെ തോന്നിയ അമീർ ഖാനാണ്. ഷാറുഖ് ഖാൻ അത്ര വലിയ ഫിലിം ആക്ടർ വലിയൊന്നല്ല, പക്ഷേ അയാൾ പേഴ്സണലി ഒരുപാട് ഗ്രേറ്റ്നെസ് ഉണ്ട്. അയാൾ ഒരു 50 രൂപയും കൊണ്ടാണ് അയാൾ ബോംബെയിൽ വന്നത്. എന്നിട്ട് അതിൽ നിന്ന് അയാൾ ഒരുപാട് പൊങ്ങി വന്നു. ആ രീതിയിൽ ഈസ് എ ഗ്രേറ്റ് പേഴ്സൺ. പക്ഷേ ആക്ടറോ ഫിലിം മേക്കറോ വലിയ ഒന്നും. You would also want to be a person like that who എനിക്ക് ഫിലിം ഫീൽഡ് താല്പര്യമില്ല. ഫിലോസഫർ ആ രീതിയിൽ പോകാൻ താല്പര്യം.